അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ എംപിമാർ മത്സരിക്കും? 6 എംപിമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരത്തെ ശശി തരൂർ മുതൽ വടകരയിലെ ഷാഫി പറമ്പിൽ വരെ നീളുന്നു പട്ടിക. കണ്ണൂർ എം പി കെ സുധാകരൻ, മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ്, ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ്, പത്തനംതിട്ട എം പി ആന്റോ ആന്റണി എന്നിവരാണ് മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ഏക ഡിമാൻഡ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും അടുത്ത തവണ മത്സരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു അത്രേ. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനവും കെ സുധാകരൻ ലക്ഷ്യമിടുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയാവുകയാണ് മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ UDF കൺവീനറാണ് അടൂർ പ്രകാശ്. കോന്നിയിൽ നിന്നും ജനവിധി തേടാനും UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട കോന്നി മണ്ഡലം തിരിച്ചുപിടിക്കാനുമായി താൻ മത്സരിക്കേണ്ടതുണ്ടെന്ന് അടൂർ പ്രകാശ് KPCC നേതൃത്വത്തെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ ശശി തരൂർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തി കാണിക്കണമെന്നായിരുന്നു തരൂരിന്റെ ആവശ്യം. എന്നാൽ തരൂരിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. AICC തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം തരൂർ നടത്തിയ നീക്കങ്ങളിൽ ഒന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി കസേര പിടിക്കുക എന്നതായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളുമായും ചില സാമുദായിക നേതാക്കളുമായും തരൂർ ചർച്ചകൾ നടത്തുകയും ചെയ്തു. തരൂരിന്റെ നീക്കങ്ങൾക്ക് ചില കോണുകളിൽ നിന്നും അനുകൂല പ്രതികരണവും ഉണ്ടായി. A ഗ്രൂപ്പിലെ ചില നേതാക്കൾ തരൂരിന് പിന്തുണയുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും പിന്നീട് അവർ പിൻവാങ്ങി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യത വിരളമാണ്. നിരന്തരമായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ തരൂർ കോൺഗ്രസ് വിടുമെന്ന ചർച്ചകൾ സജീവമായിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചാലും ഒരു കോണിൽ നിന്നും അനുകൂല പ്രതികരണം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കെ സുധാകരന്റെ നീക്കത്തിനും പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. MP സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കെ സുധാകരൻ വ്യക്തമാക്കിയതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് ഹൈക്കമാൻഡിനെ സുധാകരൻ അറിയിച്ചിരുന്നു. സിറ്റിംഗ് എംപിമാർ എല്ലാവരും മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് കെ സുധാകരന് മത്സരിക്കാൻ നിർബന്ധിതനായത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം ലഭിക്കുമെന്ന് സൂചന ലഭിച്ചതോടെയാണ് എംപിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കം ആരംഭിച്ചത്. വടകരയിൽ ഷാഫി പറമ്പിലും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അതിജീവിച്ചാണ് ജയിച്ചു കയറിയത്. എംപിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ചില സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. പാലക്കാട് MLA ആയിരുന്ന ഷാഫിയെ വടകരയിൽ ഇറക്കിയാണ് മണ്ഡലത്തിൽ വൻ വിജയം നേടിയത്. വടകര MP ആയിരുന്ന കെ മുരളീധരനെ തൃശൂരിലേക്ക് മത്സരിക്കാനായി എത്തിച്ചതാണ് അവിടെ തിരിച്ചടിക്ക് കാരണമായത്. വട്ടിയൂർക്കാവിൽ നിന്നും MLA ആയിരിക്കെ വടകരയിൽ മത്സരിക്കാൻ പോയതോടെ ആ സീറ്റ് കോൺഗ്രസിന് നഷ്ടമായി. വടകര MP ആയിരിക്കെ നേമത്ത് മത്സരിക്കാനായി എത്തിയ മുരളീധരൻ അവിടെ തോറ്റു. വടകരയിൽ വിജയ സാധ്യതയുണ്ടായിട്ടും അവിടെ മത്സരിപ്പിക്കാതെ പാലക്കാട് MLA ആയിരുന്ന ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കി. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിച്ച് സീറ്റ് നിലനിർത്തുകയായിരുന്നു. എംപിമാരുടെ ഈ നീക്കത്തോട് KPCC നേതൃത്വത്തിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമല്ല. പുതിയ KPCC അധ്യക്ഷൻ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ KPCC DCC പുനഃസംഘടന പോലും തർക്കം കാരണം പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നതോടെ ഹൈക്കമാൻഡും നീരസത്തിലാണ്. ഇതിന് പിന്നാലെ ചില എംപിമാർ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതിൽ AICCക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. എംപിമാർ കൂട്ടത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നതിൽ കേരളത്തിലെ ഭൂരിപക്ഷ നേതാക്കളും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എംപിമാരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കരുതെന്നും UDFന് തിരിച്ചുവരാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്നാണ് മുൻ KPCC അധ്യക്ഷനായ കെ മുരളീധരന്റെ ആദ്യ പ്രതികരണം. അതിരൂക്ഷമായാണ് മുരളീധരൻ ഈ നീക്കത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളും എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എതിരാണ്. ചിലർ താല്പര്യം പ്രകടിപ്പിച്ചതല്ലാതെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം.